ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കവിത എഴുതിയിരിക്കുന്ന ഒരു മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് കവിത. 35 വയസ്സുണ്ട്. 24ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. 2 കുട്ടികളുമുണ്ട്. വീട്ടുകാർ നിശ്ചയിച്ച് ആലോചിച്ചുറപ്പിച്ച വിവാഹമാണ്. ഭർത്താവിനെ ആ സമയത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ 2ാമത്തെ പ്രസവം കഴിഞ്ഞതോടുകൂടി ഭർത്താവ് എന്നെ ശ്രദ്ധിക്കാതായി. വീട്ടിൽ ചിലവിനൊക്കെ തരും, വേറെ പ്രശ്നമൊന്നുമില്ല. മദ്യപിക്കും, പക്ഷേ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലില്ല. എന്നാലും കൂട്ടുകാരോടെ കറങ്ങി തോന്നിയ സമയത്താണ് കയറി വരിക. ഈ വീട്ടിൽ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഭർത്താവ് നേരത്തെ വരാൻ ഏത് സ്ത്രീയാണ് മാഡം ആഗ്രഹിക്കാത്തത്? പക്ഷേ പുള്ളിക്ക് അത് ഇഷ്ടമേ അല്ല. എപ്പോഴെങ്കിലും വന്നിട്ട് ഞാൻ ചോദിച്ചാൽ എന്നോട് വഴക്കുണ്ടാക്കും. പതുക്കെ പതുക്കെ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടമായി. ഞാൻ പറയും, നിങ്ങളൊരാണല്ലേ, ഞാൻ ഒരു പെണ്ണും, ഞാൻ നിങ്ങളുടെ ഭാര്യയുമാണ്, പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരാത്തതെന്ന്. അപ്പോൾ പുള്ളി പറയുകയാണ്, ഇപ്പോൾ ഒരു രസവും കിട്ടുന്നില്ല, നിൻ്റെ ബോഡി ഷേപ്പും സൗന്ദര്യവും ഒക്കെ അസ്തമിച്ചു പോയിരിക്കുന്നു, ഇപ്പോൾ കണ്ടാൽ ഒന്നും തോന്നില്ല. അതുമാത്രമല്ല, ഞാൻ വിചാരിച്ചത്ര രീതിയിലുള്ള ഒരു ഗുമ്മ കിട്ടുന്നില്ല എന്നും പറഞ്ഞു. സ്ത്രീകൾ തനിയെ ഗർഭിണിയാകില്ലല്ലോ, തനിയെ അവരുടെ സൗന്ദര്യം പോകില്ല, ബോഡി ഷേപ്പ് പോകില്ല, തനിയെ എല്ലാം മാറില്ല. പുരുഷനല്ലേ അതിന് കാരണം. കുടുംബജീവിതത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നു. അവസാനം ഭർത്താവ് പറയുന്നു, നിനക്ക് പറ്റില്ല, ശരിയല്ല, ബോഡി ഷേപ്പ് പോയി. അവന് ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകുന്നു. സ്ത്രീകൾ പതിയെ പറ്റിയ കുളം പോലെയാകുന്നു. വരൾച്ച മൂത്ത് വരുമ്പോൾ പെരുമഴ തേടിപ്പോകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു കണക്കിന് നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവുമൊക്കെ തെറ്റുകാർ തന്നെയാണ്. ഇതൊക്കെ വായിച്ചും കണ്ടും കേട്ടും പരിചയമുള്ളത് കൊണ്ട് ആദ്യം ഞാൻ കുറച്ച് ക്ഷമിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ അടുത്ത് വരണം. നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലേ എന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, റിപ്പീറ്റഡായിട്ട് പറഞ്ഞതാണ്, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരാമെന്ന്. അങ്ങനെ എന്തിനാണ് മാഡം എറിഞ്ഞിട്ട് ഒരു മാങ്ങ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാനും മാറുന്നു. പുള്ളിക്കും അതിൽ പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. ചുരുക്കം പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതായി. ഇങ്ങനെ പോവുകയാണ്. എന്നാലോ അടിയും വഴക്കൊന്നുമില്ല. അങ്ങേര് വന്ന് എവിടെയെങ്കിലും കിടക്കും, ഞാനും എൻ്റെ പാട് നോക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ ചേച്ചി ഇതേപോലൊരു സംഭവം എന്നോട് പറഞ്ഞത്. പുള്ളിക്കാരിയുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു പ്രശ്നം. അവസാനം ഡൈവോഴ്സ് ചെയ്ത് ഭർത്താവിനെ ഒഴിവാക്കി. പിന്നീട് കുട്ടികളെ കൊണ്ട് തനിച്ചാണ് പുള്ളിക്കാർ താമസം. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ അവരുടെ വീട് ഇവിടെയുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ ഹിസ്റ്ററി ഇങ്ങനെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിപ്പോൾ ചോദിച്ചു, എങ്കിൽ ചേച്ചി നല്ലൊരാളെ കല്യാണം കഴിച്ച പോലായിരുന്നു പിന്നീടെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആരാടി നല്ലത്? കല്യാണം കഴിക്കാൻ മാത്രം നല്ലൊരു പുരുഷൻ ഈ ലോകത്തിലില്ല. പുരുഷന്മാരുടെ അഭിപ്രായം അങ്ങനെ തന്നെയായിരിക്കും. കല്യാണം കഴിക്കാൻ മാത്രം നല്ലൊരു സ്ത്രീ ഇവിടെയില്ല. എല്ലാവർക്കും വേണ്ടത് സമൂഹത്തിലെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കാനൊന്നും ഞാനില്ല. ഇനി ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാണ് ആ ബന്ധത്തിൽ നിന്നും പിരിഞ്ഞു പോയത്. എനിക്ക് വേറൊരു നാഥൻ വേണ്ട, ഞാൻ തന്നെയാണ് എൻ്റെ നാഥൻ്റെ ചേച്ചി പറഞ്ഞു. ചേച്ചിക്ക് ഇപ്പോൾ ഒരു ജോലിയുമുണ്ട്, മക്കളൊക്കെ നല്ല നിലയിലാകാൻ പോകുന്നു. ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾക്ക് ജോലിയുണ്ട്. ഇത്രയും കാലമായിട്ടും എൻ്റെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളൊന്നും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ കഥകളും അങ്ങനെ ചേച്ചി വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാനും എൻ്റെ ഈ പ്രശ്നം അങ്ങ് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, എടി അവൻ സുന്ദരനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ്റെ സ്വഭാവമൊക്കെ നല്ലതാണല്ലോ, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നത് കൂട്ടുകെട്ടുകൊണ്ട് അങ്ങ് വഷളായി നടക്കുകയാണ്, അല്ലാതെ അവന് മറ്റു പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നിന്നോടിങ്ങനെ അർത്ഥം മുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും എന്തൊക്കെയോ സംശയം തോന്നുന്നു. ചില ആണുങ്ങൾ എങ്ങനെയാണ്, എൻ്റെ ഭർത്താവിൻ്റെ തുടക്കവും ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ ഇത് വർഷങ്ങളായി. വർഷങ്ങളായിട്ട് നീ പിടിച്ചു നിന്നോ? നീ അപാര കഴിവുള്ളൊരു പെണ്ണ് തന്നെയാണ്. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകരുത്. അവസാനം ഒന്നുമില്ലാതെയാകും. നീ അവനോട് ചോദ്യം, എന്തുകൊണ്ടാണ് അവൻ ഇഷ്ടമില്ലാത്തതെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നീ എന്തെങ്കിലും മുൻകൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നിന്നോട് അടുക്കുമെന്ന് ചോദിച്ചു നോക്ക്. അതെന്താ ചേച്ചി അങ്ങനെ? എടി, അവനിപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചിലപ്പോൾ പണ്ട് ചോദിച്ചപ്പം നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കാണുമായിരിക്കും. നീ അങ്ങോട്ട് പോയി പറ, ചേട്ടാ നമുക്ക് ഒത്തുപോകാം, ചേട്ടനിപ്പോൾ എന്താ ഇഷ്ടം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേട്ടന് ആഗ്രഹമുണ്ടെങ്കിൽ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ കൂട്ടി നിൽക്കാം. പണ്ടത്തെ പോലെ ഞാൻ ഒന്നിനും വേണ്ടെന്ന് പറയില്ല. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാണെന്ന് പറയൂ. അങ്ങനെയൊക്കെ പറയണോ ചേച്ചി? അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയൊന്നുമല്ല. ഇതാണ് പ്രശ്നം. വെറൈറ്റി തേടി നടക്കുന്ന ആണുങ്ങൾ
പെണ്ണുങ്ങൾക്ക് വെറൈറ്റി കിട്ടിയില്ലെങ്കിൽ അവർ ചാടിപ്പോകും. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവും വെറൈറ്റി കിട്ടാത്തതുകൊണ്ടാണ് ചാടിപ്പോയത് ആയിരിക്കുംടി. എനിക്കും അറിയില്ല. കാര്യം അക്കാലത്ത് നിന്നെപ്പോലെ തന്നെയാണ് ഞാനും. എൻ്റെ നാട്ടിൽ മാത്രം മൺസൂൺ തിമിർത്ത് പെയ്യണം എന്ന് വിചാരിക്കുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ടായിരിക്കാം അന്ന് എനിക്ക് എങ്ങനെ സംഭവിച്ചത്. എന്നാലും അയാൾ നല്ലൊരു ഭർത്താവല്ലായിരുന്നു. എന്നോട് തുറന്നു പറഞ്ഞ് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ ഞാൻ നന്നായി പോയിനി എന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇടി നീ പറഞ്ഞു നോക്ക്. ഒന്ന് പൊരുത്തപ്പെട്ടു വാ. ഒരു കാര്യം ചെയ്യേ, അവൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നീ അങ്ങോട്ട് ചെന്ന് ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കൂ. അപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, എന്ത് പൊടിക്കൈ? നിനക്കൊന്നും അറിയില്ലേ? മുടി മേലെ കെട്ടിവെച്ച് നിനക്ക് തലയാട്ടാൻ അറിയില്ലേ കുട്ടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഒത്തിരി നേരമില്ലേ, അങ്ങനെയൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യേ, നീ ഇനിയിപ്പോൾ തുനിഞ്ഞിറങ്ങ്, ഒന്നിനും മടി വിചാരിക്കരുത്. ഒരു കാര്യം ചെയ്യുക, ആദ്യം അവനെ നീ ഒന്ന് പറഞ്ഞ് മയപ്പെടുത്തി എടുക്കുക. ചിലപ്പോൾ പ്രസവം കഴിഞ്ഞ് ഇത്ര നാളായില്ലയോ, നിൻ്റെ ദേഹത്തിന് മാറ്റം വന്ന് കാണും, നിനക്ക് ഉറപ്പാണ്. എന്ത് മാറ്റമാണ് മാറ്റേണ്ടത് എന്ന് ചോദിക്കുക. അതുമാത്രമല്ല നീ പറയുക, ഇപ്പോൾ തൽക്കാലം ഒന്നും എനിക്ക് ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് ചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറയുക. പിന്നെ അവൻ വരുമ്പോൾ സ്നേഹവായ്പോടുകൂടി നിൻ്റെ കൈ കൊണ്ടും നിൻ്റെ ഞാനീ പറഞ്ഞ വിദ്യ കൊണ്ടും നിനക്കവരെ സന്തോഷിപ്പിക്കാമല്ലോ. എന്താ ചേച്ചി, അങ്ങോട്ട് മാത്രമോ? അപ്പോൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ടേ? ഇനി തൽക്കാലം വഴിമരുന്നിടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു വഴിക്ക് മാത്രം അങ്ങ് മരുന്നിടുക. അത് പിന്നീട് ആളിപ്പടർന്നോളും. അതുകൊണ്ട് അങ്ങോട്ട് കയറി പറയുക, ചേട്ടന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ, ഇങ്ങോട്ടൊന്നുമില്ലല്ലോ. അവൻ സമ്മതിക്കും, ഉറപ്പാടി. നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഇത്രയും നാളുള്ള ഗ്യാപ്പ് നിനക്ക് ഒന്നങ്ങടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചേച്ചി പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നി. ഭർത്താവ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചേർന്നിരുന്ന് കുറച്ച് സ്നേഹത്തോടുകൂടി സംസാരിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്തോ അറിയില്ല, നിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ മാറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാണുമ്പോൾ തന്നെ ഒരിഷ്ടവും തോന്നുന്നില്ല. നീ വെറുക്കേണ്ടവളൊന്നുമല്ല, എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സ് അങ്ങനെയായിപ്പോയി. പണ്ട് എനിക്ക് ബോഡി ഷേപ്പുള്ള പെണ്ണുങ്ങളായിരുന്നു ഇഷ്ടം. നിന്നെ കല്യാണം കഴിച്ചതും അത് കണ്ടാണ്. പക്ഷേ ഇതെല്ലാം മാറിപ്പോകുന്നുള്ള കാര്യം എനിക്ക് ഉപബോധ മനസ്സിലുണ്ട്. പക്ഷേ ജീവിതത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ചേട്ടാ, നമുക്കൊരു കൗൺസിലിങ്ങിന് പോയാലോ? അതെന്താടി നീ ഇപ്പോൾ പെട്ടെന്ന് ഈ കാര്യത്തിലൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അപ്പുറത്തെ ചേച്ചിയുമായിട്ട് ഞാൻ സംസാരിച്ചു എന്ന്. പുള്ളി ഇപ്പം എന്നെ വഴക്ക് പറഞ്ഞു. നിനക്ക് നാണമില്ലേടി അന്യൊരു സ്ത്രീയോട് നമ്മുടെ കിടപ്പറ രഹസ്യങ്ങൾ പറയാൻ വേണ്ടി? അങ്ങനല്ല, ചേച്ചി ആദ്യം രഹസ്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും പറഞ്ഞത്. ചേച്ചി എന്ത് രഹസ്യം പറഞ്ഞു? അല്ല, ചേച്ചിയുടെ ഭർത്താവും ഇങ്ങനെയായിരുന്നു, ചേച്ചി മടുത്തിട്ടാണ് അയാളെ ഇട്ടിട്ട് ഇങ്ങി പോകുന്നത് എന്നാണ് പറഞ്ഞത്. അത് കേട്ട് കഴിയുമ്പോഴേക്കും ഭർത്താവ് നിശബ്ദനായി. എന്നിട്ട് ചേച്ചി പിന്നെന്താ പറഞ്ഞത്? ചേച്ചി എന്നോട് പറഞ്ഞത്, ചേട്ടനോട് ചോദിക്കണം, എന്താണ് ചേട്ടൻ എന്നിൽ കാണുന്ന പ്രശ്നം അല്ലെങ്കിൽ കുറവുകൾ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുമാത്രമല്ല, ചേട്ടന് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഞാനതിന് തയ്യാറാകണമെന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു, ഇല്ല, അതൊക്കെ ഞാൻ പ്രവൃത്തി ഭാഗത്തിൽ കൂടി ചേട്ടന് വേണ്ടി വെളിവായി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എൻ്റെ കൈകൾ ഞാൻ നീട്ടി ഗിരിസൃഗങ്ങളിലേക്ക് എത്തിപ്പെടാനായിരുന്നു എൻ്റെ ശ്രമം. ആദ്യം ഭർത്താവ് ഒന്ന് പ്രതിരോധിച്ചെങ്കിലും പിന്നീട് അനുവദിച്ചു. എനിക്ക് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ആ ഒരു പൂർണ്ണ സൗഭാഗ്യം കിട്ടുന്നത് എന്നോർത്ത് ഞാൻ ഒത്തിരി ആഹ്ലാദത്തിലായിരുന്നു. പക്ഷേ മാഡം, ഞാൻ എത്ര ശ്രമിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. എങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇയാൾക്ക് എന്തെങ്കിലും ബലഹീനത പറ്റിയതാണോ എന്ന്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്കിതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ദുഃഖമായി. എങ്കിലും ചേച്ചി പറഞ്ഞതുപോലെ മുടി മേലെ കെട്ടിവെച്ച് തുളുനാടൻ പട്ടൊന്ന് മാറ്റണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ആ സമയത്ത് മാത്രം ഇത്തിരി ഒരു വ്യത്യാസമുണ്ട് മാഡം. പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഒരു വലിയ മാറ്റമായിട്ടോ എന്നോട് ഇൻട്രസ്റ്റ് ആയിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, ഭർത്താവിന് എന്തോ പറ്റിയിട്ടുണ്ട്, അങ്ങേർക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ആ ബലഹീനത എന്നിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് ഇങ്ങനെ രാത്രി വരുന്നതും അകന്നു നിൽക്കുന്നതും. ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ദേഷ്യപ്പെട്ടു, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. എങ്കിലും ഞാൻ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിനടുത്ത് സോഫയിലിരുന്നു കൊണ്ട് ഞാൻ കളം വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നീ വിശദമായി പറഞ്ഞില്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് ചേച്ചി പറഞ്ഞത്. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ചും കണ്ടും അദ്ദേഹത്തെ പൂർവ്വസ്ഥിതിയിലാക്കിയെടുക്കുക, അതാണ് ചേച്ചി പറഞ്ഞത്. എങ്കിലും നീ തെളിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ഭർത്താവ് വരുമ്പോൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക, സംസാരിക്കുക,
അത് കഴിയുമ്പോഴേക്കും പ്രാന്തപ്രദേശം തേടിപ്പോകുക, കണ്ടെത്തുക, പിന്നെ നന്നായി ഭർത്താവിനെ കൺസോൾ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഞാൻ മുടി മേലെ കെട്ടിവെച്ച് തുളുനാടൻ പത്തു മാറ്റി കളരി ചുരിക കാണണം എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ ചുരികയെടുത്ത് നന്നായിട്ടുള്ള പ്രയോഗത്തെപ്പറ്റി ചേച്ചി 2-3 ടിപ്പ് പറഞ്ഞു. ഇടയ്ക്ക് മുറിവുകൾ ഉണ്ടാകാതെ നോക്കണം ചുരിക പ്രയോഗത്തിൽ എന്ന് ചേച്ചി പറഞ്ഞു തന്നു. പണ്ട് നിങ്ങളുടെ കംപ്ലൈൻറ്റ് അങ്ങനെയല്ലായിരുന്നു, എനിക്ക് ശരിയായി ചുരിക ചുഴറ്റാൻ അറിയില്ലെന്ന്. പക്ഷേ ചേച്ചി എന്നോട് പറഞ്ഞു അങ്ങനെയല്ല മോളെ, ഇങ്ങനെയാണെന്ന്. പക്ഷേ മാഡം, ഈ ഒരു കഥ തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് സിംഹം സടകുടഞ്ഞ് എഴുന്നേക്കുന്നത് പോലെ ആയിപ്പോയി. കാര്യം അത്രയ്ക്ക് മാറ്റങ്ങളായിരുന്നു. ദുഃഖത്തോടു കൂടി അപ്പോൾ ഞാൻ ആ സത്യം മനസ്സിലാക്കി. ഭർത്താവ് എന്നോട് തനിമ്പ് താല്പര്യമില്ല. പക്ഷേ അപ്പുറത്തെ ചേച്ചിയെപ്പറ്റി പറഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി. ആക്ച്വലി അയാൾ എൻജോയ് ചെയ്ത് നടക്കുകയായിരിക്കും. ധാരാളം സ്ത്രീകളുമായി ബന്ധവും കാണും. ചേച്ചിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഉഷാറായി. ഞാനതപ്പോൾ മുഖത്ത് നോക്കി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് ചില കാര്യങ്ങളിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്ന്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആ ചേച്ചിയെപ്പോലെ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ കഥകൾ പറയുക. ചേച്ചി ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് എക്സാജറേറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഭർത്താവിന് നല്ല രീതിയിലുള്ള ഒരു ഉന്മേഷമുണ്ടാകുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. എന്തൊരു ഗതികെട്ട നിമിഷമാണതെന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എങ്കിലും ഒത്തിരി നാളത്തെ എൻ്റെ ആഗ്രഹമല്ലേ മാഡം, അത്ര വലിയ ധൈര്യമൊന്നുമില്ല പുറത്തേക്ക് ചാടിപ്പോകാൻ. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞ പോലെ തന്നെ ഭർത്താവ് ആ സ്ത്രീയുടെ പേര് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മോളി കേട്ടു. എന്നിട്ട് അതേപോലെ തന്നെ എടി ഡാഷ് മോളെ എന്നുള്ള രീതിയിൽ ഭർത്താവ് ആ ചേച്ചിയുടെ പേര് വിളിച്ച് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതേ രീതിയിൽ പെരുമാറേണ്ടി വന്നു മാഡം. ഗതികെട്ടാണെങ്കിലും അന്ന് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇത്തിരി ദുഃഖത്തോടു കൂടിയാണെങ്കിലും മാടമ്പള്ളിയിലെ മനോരോഗി ആരാണെന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ ഭർത്താവാണത്. അങ്ങേർക്ക് ആകെ കുടിക്കളി പോയിരിക്കുകയാണ്. ഇതൊക്കെയാണ് അങ്ങേരുടെ ജീവിതം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ മറ്റൊരു പെണ്ണായി ആക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിൻ്റെ കഥകൾ വർണ്ണിച്ച് പറയുകയോ ചെയ്യണം. ഭർത്താവിനെ സ്നേഹിച്ചാൽ അയാളിൽ നിന്ന് എനിക്കൊന്നും കിട്ടില്ലെന്ന് അന്നത്തോടു കൂടി എനിക്ക് മനസ്സിലായി. അന്ന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു മാഡം. പണ്ടത്തെ ഭർത്താവല്ല, എൻ്റെ മധുവിധുകാലത്തെ ഭർത്താവിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത്രയും സ്റ്റാമിന അയാൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കപ്പൽ ഒരു വഴിക്ക് നങ്കൂരമിട്ടപ്പോൾ അന്ന് ഞാൻ ഭർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? 45 വയസ്സുള്ള ഒരു ചേച്ചിയാണത്, വലിയ പിള്ളേരുമുണ്ട്, അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ബോഡി ഷേപ്പ് ഒന്ന് മാറിയിട്ടില്ലേ, അവർ പ്രസവിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു അതൊന്നുമല്ല മാറ്റർ, ആ രസത്തിന് അവർ പുതുമയുള്ള ഒരാളാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ചിലപ്പോൾ അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്നോട് ഉള്ള അവസ്ഥ പോലെ തന്നെയായിരിക്കും അവരോടും എനിക്ക് തോന്നുക. പക്ഷേ ഇപ്പോൾ അവരെനിക്ക് ഒരു കിട്ടാക്കനിയാണ്, അവരെ എനിക്കൊരു നോട്ടമുണ്ടെന്ന് ഭർത്താവ് ഇതൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മാഡം. എന്താ ചെയ്യുക, എൻ്റെ ഭർത്താവ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു ഇനിയും എനിക്കൊരാഗ്രഹമുണ്ട്. എന്തായാലും ചേച്ചിയുമായിട്ട് നീ ഇത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പമാണല്ലോ, അതുകൊണ്ട് ചേച്ചിയോട് നീ പറ, എനിക്ക് താല്പര്യമുണ്ട്, ചേച്ചി നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് കൂടുകയാണെങ്കിൽ അടിച്ചു പൊളിക്കാവുന്ന. അപ്പോൾ ഞാൻ ഭർത്താവിനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ ഇതുപോലെയാകും കാര്യങ്ങൾ. ഇപ്പോൾ നീ എൻ്റെ താല്പര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുകയാണെങ്കിൽ നിന്നോടും എനിക്ക് സ്വാഭാവികമായിട്ട് സ്നേഹം വന്നേക്കാം, നിൻ്റെ കാര്യങ്ങൾ നടക്കും, ഇത് നിൻ്റെ ആവശ്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു ഭർത്താവിൻ്റെ സംസാരം. അവിടെയും ഞാൻ തളർന്നു പോയി. അവസാനം ഞാൻ ചേച്ചിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് ഹസ്ബൻഡിന് വാക്ക് കൊടുത്തു. ചേച്ചിയെ പിന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഭർത്താവിൻ്റെ സ്വഭാവമെല്ലാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി മൂക്കത്ത് വിരൽ വെച്ചു. നിൻ്റെ ഭർത്താവിനെ കാണാൻ ചെറുപ്പമാണ്, സുന്ദരനാണ്, എനിക്ക് അവനെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എടി അവൻ നല്ലൊരു മനുഷ്യനല്ല. സ്വന്തം ഭാര്യയോട് ഒരിക്കലും ഒരാളിങ്ങനെ പറയുകയില്ല. അവൻ ഇഷ്ടം പോലെ വേറെ ബന്ധങ്ങൾ കാണും. അവൻ ആത്മഹത്യ നടക്കുകയാണ്, നീ വീട്ടിനുള്ളിലിരുന്ന് കഷ്ടപ്പെടുകയാണ്, ഒരിക്കലും നീ ഇത് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതിന് വലിയ കഴിവൊന്നുമില്ല, ഒരിഷ്ടമുണ്ടായാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ അവസരങ്ങളുമുണ്ട്. എങ്കിലും ചേച്ചി ഇത് നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്കാണെങ്കിൽ അവനേക്കാൾ നല്ല ചെറുപ്പമായ ഒത്തിരി ആളുകളുമായിട്ട് ബന്ധമുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകുന്നുണ്ട്, എനിക്കതിൽ ഗുണങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോൾ
ഇപ്പോൾ ഞാൻ ആലോചിച്ചത്, നിന്നെപ്പോലൊരു സ്ത്രീ ഒരിക്കലും പാവമാകരുത്. ഇത്രയും പാവമായി നിന്നെ ഞാൻ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഞാനവിടെ വന്ന് ഒരു കമ്പനി തരും. പക്ഷേ അതിലേറ്റവും ഗുണം എനിക്കല്ല, നിനക്കായിരിക്കും. കാര്യം എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവൻ അനുസരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പല മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ, ഐഡിയ എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊന്നൊരു പ്രശ്നമില്ല. നിൻ്റെ ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായി. ഒരേ ഒരു പുരുഷനെ മാത്രമേ നീ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇവന്മാരുടെ ഒന്നും കെമിസ്ട്രി നിനക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒത്തിരി ആണുങ്ങളെ കണ്ടിട്ടുണ്ട്, 18 മുതൽ 50 വരെയുള്ളവരെ. അതുകൊണ്ട് എൻ്റെ അടുത്ത് അവൻ്റെ വിദ്യയൊന്നും ഫലിക്കില്ല. പക്ഷേ നിന്നെ ഓർത്ത് നിനക്കൊരു സഹായമാകട്ടെ, അവൻ്റെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് ചേച്ചി അതിന് സമ്മതം മൂളി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി രാത്രി 10 മണിയായപ്പോഴേക്കും ഹാജരായി. ഭർത്താവിനോട് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ വരണമെന്ന്. അങ്ങനെ ഭർത്താവ് 9 മണിയായപ്പോഴേ ചേച്ചിക്ക് വേണ്ടി കുളിച്ച് കുട്ടപ്പനായി അവിടെ നിന്നു. ചേച്ചി ഒരു ഗൗൺ ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ചു. ചേച്ചി പറഞ്ഞു, ഇവളെല്ലാം എന്നോട് പറഞ്ഞു, എങ്കിലും നീ കാണിക്കുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല. വേറൊരാളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ച് സ്വന്തം ഭാര്യയോടുള്ള കടമകൾ മറക്കുന്നത് ശരിയല്ലെന്ന്. അപ്പോൾ ഭർത്താവ്, എനിക്കറിയില്ല ചേച്ചി, ഞാൻ അങ്ങനെ ആയിപ്പോയി, തെറ്റാണെന്നറിയാം, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. എന്നിട്ട് നീ മാറ്റിയല്ലോ ഇടയ്ക്ക്, എൻ്റെ പേര് പറഞ്ഞ് നീ നല്ല രീതിയിൽ ഇവിടെ കലാശക്കൊണ്ട് തുള്ളിയെന്നാണല്ലോ കേട്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അതെന്തോ എൻ്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി ചേച്ചി. ശരി, ഒരു കണ്ടീഷനുണ്ട്. ആദ്യം നിൻ്റെ ഭാര്യയെ നീ കൺസിഡർ ചെയ്യണം. അതിൽ ഞാൻ അടുത്തിരുന്ന് സഹായിക്കുന്നേ ഉള്ളൂ. രണ്ടാമത് മാത്രമേ എനിക്ക് അരങ്ങത്തേക്ക് കയറാൻ താല്പര്യമുള്ളൂ. ആദ്യം മോളുടെ ഭരതനാട്യം കഴിയട്ടെ, അത് കഴിയുമ്പോഴേക്കും ചേച്ചിയുടെ കൂത്ത് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എന്തായാലും ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി ചേച്ചി എന്ന് പറഞ്ഞു. എങ്കിലും അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ചേച്ചി തന്നെ മുൻകൈ എടുത്ത് എൻ്റെ ഭർത്താവിനെ ഉഷാറാക്കിയെടുത്തു. എൻ്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹവും വിധേയത്വമുള്ള സ്വഭാവമാണെങ്കിൽ ചേച്ചിക്ക് അങ്ങനെയല്ല. തള്ളിമറിച്ച് ചേച്ചി ബലപ്രയോഗം നടന്ന കൂട്ടത്തിലാണ്. ചേച്ചി എൻ്റെ ഭർത്താവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ചേച്ചിക്ക് ഒരാണിൻ്റെ കരുത്താണ്. എൻ്റെ ഭർത്താവിന് വെറൈറ്റി എന്ന് പറയുന്ന സംഭവങ്ങളിൽ ഇത്തരം കാര്യങ്ങളായിരിക്കും താല്പര്യമെന്ന് ഞാൻ ഓർത്തു. ശാലിനിയായ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു സ്ത്രീയെ അയാൾക്ക് താല്പര്യമില്ല. ചേച്ചി ആദ്യത്തെ കളമൊരുക്കി കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഇപ്പോൾ ഞാൻ കൂടെ ഉണ്ടല്ലോ മോനെ, നീ എൻ്റെ കുഞ്ഞിനെ ഒന്ന് പരിഗണിക്കൂ എന്ന് പറഞ്ഞ് ചേച്ചിയാണ് കളത്തിലേക്ക് അങ്ങനെ ആനയിച്ചത്. നല്ല നല്ല പ്രവൃത്തികളെ ചേച്ചി അഭിനന്ദിച്ചു. ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിപ്പോൾ എനിക്കും ഭർത്താവിനും ചേച്ചി ഒരാടി തരും. അങ്ങനെയല്ല, കുറച്ചുകൂടെ ഗൗരവമായ രീതിയിൽ, കുറച്ചുകൂടെ ഡീപ്പായിട്ട്, കുറച്ചുകൂടെ സ്നേഹമായിട്ട് എന്ന് പറഞ്ഞ് ചേച്ചി ഒരു സർവകലാശാല പോലെ ഞങ്ങൾക്ക് 2 പേർക്കും ക്ലാസ് എടുത്തു. അത് ഒത്തിരി ഉപകാരപ്രദമായി. പുതിയൊരു ഭർത്താവിനെയാണ് എനിക്കവിടെ കണി കാണാൻ കിട്ടിയത്. അത് കഴിഞ്ഞ് ചേച്ചി പിന്നെയും കളത്തിലിറങ്ങി. ആ സമയത്ത് വായ്പാട്ട് പാടി ഞാൻ സഹകരിച്ചു. മാഡം, ഒരു കലാരൂപമാകുമ്പോൾ എല്ലാവരും ചേർന്ന് വാദ്യഘോഷാദികളുമായി സഹകരിച്ചെങ്കിലല്ലേ അത് സ്റ്റേജിൽ നന്നായി വരൂ എന്ന് പറഞ്ഞതുപോലെ കൂട്ടായുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് അതിൻ്റെ ഔട്ട്കം വളരെ നന്നായിരുന്നു. ആദ്യ ദിവസത്തെ ആ ഒരു സ്റ്റേജ് പ്രോഗ്രാമോടുകൂടി എനിക്ക് രംഗഭയം ഒഴിഞ്ഞു കിട്ടി. ചേച്ചി പറഞ്ഞു, എടി ഇവൻ എന്തൊക്കെ പറഞ്ഞാലും ഇത്തിരി കുഴപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ കസ്റ്റഡിയിൽ നല്ല ചുള പോലുള്ള ചെക്കന്മാരുണ്ട്, അതിലൊരുത്തരെ ഞാൻ വിളിക്കാം. കാര്യം അവൻ്റെ കൺമുൻ വെച്ച് തന്നെ അതിൽ നിനക്കും ചില രംഗ പങ്കാളിത്തം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി അതൊക്കെ പ്രശ്നമാകുമെന്ന്. ഒരു കുഴപ്പമില്ലടി, നിൻ്റെ ഭർത്താവിനെ ഇപ്പോൾ നിന്നേക്കാൾ കൂടുതൽ നിയന്ത്രിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് സർപ്രൈസായിട്ട് ഒരു ചെക്കൻ വരും, നീ റെഡി ആയിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു മാഡം. ഇങ്ങനെ പോകെ ഒരു ദിവസം രാത്രി നല്ലൊരു ചെക്കനെയും കൊണ്ട് ചേച്ചി വന്നു. 23 വയസ്സുള്ളൊരു പയ്യൻ. എൻ്റെ ഹസ്ബൻഡിന് ആദ്യം അത് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത്, എടാ നിനക്കുള്ള പോലെയുള്ള അവകാശങ്ങൾ നിൻ്റെ ഭാര്യയ്ക്കുമുണ്ട്. നിനക്ക് മാത്രം എവിടെ വേണമെങ്കിലും ചാടിപ്പോകാം, നിൻ്റെ ഭാര്യയ്ക്ക് അത് പാടില്ലേ? അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൾക്കും അവസരങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഭർത്താവിന് ഒട്ടും സമ്മതമായിരുന്നില്ല. ചേച്ചി ഷൗട്ട് ചെയ്യുകയും നിർബന്ധിക്കുകയും ചെയ്തപ്പോഴാണ് ഭർത്താവ് അതിന് തയ്യാറായത്.
പക്ഷേ അതെനിക്കൊരു അനുഗ്രഹമായിട്ട് മാറി മാഡം. കാര്യം ചേച്ചി പറഞ്ഞ രണ്ടാമതൊന്നിൻ്റെ സാധ്യത അന്നാണ് എനിക്ക് മനസ്സിലായത്. അപരിചിതനായ ചെക്കൻ, അവനുമായിട്ട് ഞാൻ ഒന്നോ രണ്ടോ വാചകങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. പക്ഷേ സംസാരത്തിലല്ലോ കാര്യം, പ്രവൃത്തിയിലല്ലേ. അതുമാത്രമല്ല മാഡം, ചെക്കന്മാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, ഒരു കാര്യത്തിലും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇല്ല. അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ ഭർത്താവിന് പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടമായില്ല. ഒറ്റവട്ടമേ ഉള്ളൂ, നീ ഇനി സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചേച്ചി ആ സമയത്ത് പറഞ്ഞു, എന്തായാലും ഇനി ഇത് കണ്ടിന്യൂ ആയിരിക്കും. കാര്യം നിനക്ക് ധാരാളം അലകുലത്തുകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തന്നെ തുടരും. അതുമാത്രമല്ല, ചിലപ്പോൾ ഇവൾക്കതൊരു വരുമാന മാർഗവുമാകും. ഇഷ്ടംപോലെ ചെക്കന്മാരെ എനിക്കൊരു വരുമാനമാകുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് പണമുണ്ടെങ്കിൽ കൂടിയും അവിടെ കയ്യിലും പണം വരട്ടെ. നീ ഇനി ഇതിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ ഭർത്താവിനെ പേടിപ്പിക്കുകയും ചെയ്തു. ചേച്ചി കൈവിട്ട കളിയെ കളിക്കുന്നതിൻ്റെ ഭർത്താവിനും അറിയാം. അതുകൊണ്ടിപ്പോൾ അടങ്ങിയിരിക്കുകയാണ്. എന്നോട് പറയുകയാണ്, ചേച്ചിയുടെ ആ ഒരു രീതി ഒഴിവാക്ക്, എന്നിട്ട് നമ്മൾ 3 പേര് മാത്രം മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ധാരാളം മറ്റ് കേസ് കെട്ടുകൾ ഞാൻ കണ്ടെടുത്തു. അപ്പോൾ അത് ജസ്റ്റ് ചാറ്റേ ഉള്ളെന്ന് പറയുന്നു. ചേച്ചി പറഞ്ഞത് കള്ളനാണ്, നമുക്ക് ഈ വഴി തന്നെയാണ് നല്ലത്. അവനെ ഞാൻ പേടിപ്പിച്ച് നിർത്തിക്കോളാം. നമുക്ക് നമ്മുടെ കാര്യത്തിൽ രസകരമായിട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. നമുക്ക് പണം ഉണ്ടാക്കാം. അവനവൻ്റെ പാട്ടിന് പോകട്ടെ, അവനെ എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ചേച്ചി പോയി കഴിയുമ്പോൾ ചേച്ചിയെ കുറ്റം പറയും. അത് കഴിഞ്ഞ് ചേച്ചി വന്നു കഴിയുമ്പോൾ എല്ലാം അനുസരിക്കുകയും ചെയ്യും മാഡം. അവർ പോയി കഴിയുമ്പോൾ ഇതൊന്നും വേണ്ട, അവരെ നീ പറഞ്ഞ് ശരിയാക്കെന്ന് പറയും. ചേച്ചി വന്ന് ഗർജിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എലിയെ പോലെയാകും, കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഞാൻ തൽക്കാലം ഇതൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങേർക്ക് ഇങ്ങനെ നടക്കാമെങ്കിൽ എനിക്ക് നടക്കരുതോ മാഡം? അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ തീരുമാനം ശരിയാണോ മാഡം? ചേച്ചി പറഞ്ഞതിൽ കാര്യമില്ലേ മാഡം എന്നൊക്കെയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നല്ലൊരു കാര്യമാണെന്ന് വെച്ചാൽ കുത്തഴിഞ്ഞൊരു കഥയാണ്. ഈ കഥയിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു പറയും, എനിക്കറിയില്ല. എങ്കിൽ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അങ്ങേർക്ക് ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങളുടെ കാര്യം നോക്കി പോകുക. അതിന് പറ്റില്ലെങ്കിൽ അയാളെക്കാൾ തോന്നിവാസം കാണിക്കാനുള്ള ആ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അവകാശമോ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇത് നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ആളുകളായി കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിൽ ഇത് എവിടെ പോയി തീരുമെന്നോ എന്തൊക്കെ ആകുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു കാര്യമില്ലാത്തതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ശരിയും തെറ്റും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും അയാൾക്ക് ഇതില്ലാത്ത ഒരു ദിവസം കാണിക്കാൻ നിങ്ങൾക്കൊന്നും കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറയുന്നത് എല്ലാവരും പറയുകയുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളും കൗൺസിലിങ്ങും അതൊക്കെ ഉള്ള സമയത്ത് കുറുക്കോഴിയിൽ പോയി മറ്റൊരാളോട് പറഞ്ഞ് ഇത്തരമൊരു വൃത്തികെട്ട വൃത്തത്തിലേക്ക് പോയി ജീവിക്കേണ്ട കാര്യം സത്യം പറഞ്ഞാലില്ല ഒരാൾക്കും. ശാസ്ത്രീയമായ വഴികൾ നോക്കാതെ കുറുക്കു വഴികൾ നോക്കുമ്പോഴേക്കും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പം ഇതിൽ എനിക്ക് അനുകൂലമായി ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ന്യായം എന്ന് പറയുമ്പോൾ കുരുട്ടി ന്യായങ്ങളാണെങ്കിലും ഉണ്ട്.